Hello friends, welcome to our YouTube channel Healthines for All. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പെപ്പറോമിയ പെലിസിഡ അല്ലെങ്കിൽ മഷിത്തണ്ട് വെള്ളത്തണ്ടിന്റെ ആരോഗ്യ വശങ്ങൾ ഏതെല്ലാം എന്നതിനെ പറ്റിയാണ്. സ്ലേറ്റ് തൂക്കുവാനായിട്ടും പരീക്ഷണ വസ്തുവായിട്ട് ഉപയോഗിച്ചിരുന്ന പെപ്പറോമിയ പെലിസിഡ എന്ന ഈ ചെടിയുടെ ആരോഗ്യ വശങ്ങൾ എല്ലാവർക്കും അറിഞ്ഞെന്ന് വരികയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പെപ്പറോമിയ പെലിസിഡ അല്ലെങ്കിൽ മഷിത്തണ്ടിന്റെ ആരോഗ്യ വശങ്ങൾ ഏതെല്ലാം എന്നതിനെ പറ്റി. ചതുപ്പു നിലങ്ങളിലും തണലേറിയ സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന പെപ്പറോമിയ പെലിസിഡയിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആമാശയ രോഗങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് പെപ്പറോമിയ പെലിസിഡ. ഒപ്പം സ്കിന്നിന്റെ സ്മൂത്ത്നെസ് കൂട്ടുവാനായിട്ടും സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കുന്നു. മുറിവുകൾ ഉണങ്ങുവാനായിട്ടും മുറിവുകൾക്ക് ശേഷം വരുന്ന നീരുകൾ കുറയ്ക്കുവാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് പെപ്പറോമിയ പെലിസിഡ. വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് പെപ്പറോമിയ പെലിസിഡ. സന്ധിവേദന അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഒക്കെ ഒഴിവാക്കുവാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് പെപ്പറോമിയ പെലിസിഡ. ഇതിന്റെ വില ആമസോണിൽ ഈയിടയ്ക്ക് ഞാൻ ഓഫർ വെച്ച് നോക്കിയപ്പോൾ ഏകദേശം 600 രൂപ വിലമതിക്കുന്ന ഒന്നാണ് പെപ്പറോമിയ പെലിസിഡ അല്ലെങ്കിൽ മഷിത്തണ്ട് വെള്ളത്തണ്ട് എന്ന് അറിയപ്പെടുന്ന ഈ ചെടി. നമുക്ക് വീടുകളിലും വളർത്തുവാനായിട്ടും ഒപ്പം നമ്മളുടെ ഈ ആഹാര പദാർത്ഥങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പെപ്പറോമിയ പെലിസിഡ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പെപ്പറോമിയ പെലിസിഡ അല്ലെങ്കിൽ മഷിത്തണ്ട് കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അത് ചെയ്തു തന്നിരിക്കുന്നത് ആൽഫി എന്ന് പറയുന്ന എൻ്റെ ചേച്ചിയും ഒപ്പം ഉമ്മയും കൂടി ചേർന്നിട്ടാണ്. അപ്പം ഞാൻ ചേച്ചിക്കും ഉമ്മയ്ക്കും എൻ്റെ ബിഗ് താങ്ക്സ് പറയുന്നു. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഈ റെസിപ്പി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് പെപ്പറോമിയ പെലിസിഡ അല്ലെങ്കിൽ മഷിത്തണ്ട് കൊണ്ടുള്ള ഈ റെസിപ്പി. ഉമ്മയ്ക്കും ചേച്ചിക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മറക്കാതെ കാണുക. ഫുൾ വീഡിയോ കാണുക. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഇത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പേരൻസ് മറക്കാതെ ഇത് കാണുക, ട്രൈ ചെയ്യുക, കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. മഷിത്തണ്ട് അരമണിക്കൂറോളം മഞ്ഞളും ഉപ്പുവെള്ളത്തിലും ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചതാണിത്. ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി, ഇത് തോരന് വേണ്ടി ചതയ്ക്കാനെടുത്ത തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, പിന്നെ ചതയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 അല്ലി ചെറിയ ഉള്ളിയും കൂടി. ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, തേങ്ങ, കേട്ടോ, ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി. ഒന്ന് ചതയെ മാത്രമേ ചെയ്യാവുള്ളൂ, അരഞ്ഞു പോകരുത്. ഒന്ന് ചതയാം. ചട്ടി അടുപ്പേ വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി, ഇതിൻ്റെ ഒപ്പം തന്നെ ചതച്ച് വെച്ച തേങ്ങായും പച്ചമുളകും വെളുത്തുള്ളിയും, ഒന്നൊന്ന് പച്ചമണം മാറട്ടെ, അതുവരെ ഇളക്കാം. കരിവേപ്പിലയും വെളിച്ചെണ്ണ അല്പം കുറവുണ്ടെന്ന് തോന്നും, കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ മെയിൻ സാധനമായ മഷിത്തണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അധികം വേവൊന്നുമില്ല, ഒന്ന് ആവി കൊള്ളുമ്പോൾ തന്നെ റെഡിയായി വരും. ജസ്റ്റ് ഒന്ന് ആവി കൊണ്ടാൽ മതി, അധികം വേവില്ല.
പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി, സ്വല്പം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. മഷിത്തണ്ട് അറിയാലോ, നല്ല പോലെ വെള്ളം ഉള്ള ഒരു സാധനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു നുള്ളു വെള്ളം പോലും വേണ്ട, അതിൻ്റെ തന്നെ വെള്ളം മതി അത് വേവാൻ. ചെറിയ തീയിൽ അതിൻ്റെ ആ പച്ചപ്പൊന്ന് പോവുക, അത് മാത്രമേ ആവശ്യമുള്ളൂ. ഒന്ന് മൂടി വെച്ചേക്കാം ഒരു 5 മിനിറ്റ്. ഉപ്പും പച്ചമുളകും എല്ലാം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഇച്ചിരി എരി കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു 2-3 പച്ചമുളകും കൂടി ഇടാം. ഉപ്പ് ഇച്ചിരി മുന്നോട്ട് നിൽക്കേണ്ടവർക്കാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം, കുറവുള്ളവർക്ക് അതിനനുസരിച്ച് കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ മഷിത്തണ്ട് തോരൻ റെഡി ആയേക്കാണ്. മഷിത്തണ്ടാണെന്ന് കൂട്ടി നോക്കിയാൽ മനസ്സിലാകത്ത പോലുമില്ല, ചീരത്തോരൻ പോലെ തന്നെ ഇരിക്കത്തുള്ളൂ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ആൽഫി ചേച്ചിക്കും ഉമ്മയ്ക്കും ഒരിക്കൽ കൂടി ബിഗ് താങ്ക്സ് പറഞ്ഞ ശേഷം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.